ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ അറിയിപ്പ് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ അറിയിപ്പ് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനിലയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള താപനില റെഡ് അലർട്ടിലേക്ക് കടക്കില്ലെന്നും സൂചനയുണ്ട്. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതുവരെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവ തടയുവാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാട്ടാക്കടയിൽ യുവാവിനെ താക്കോൽ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി മരിച്ചത് എള്ളുവിള സ്വദേശി രാഹുൽ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ താക്കോൽ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരിച്ച രാഹുലുമായി ഒന്നിലധികം പേർ തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. രാത്രി 10:45ഓടെയാണ് സംഭവം. അതിനുശേഷം താക്കോൽ കൊണ്ട് കുത്തിയാണ് രാഹുലിനെ പരിക്കേൽപ്പിച്ചത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മുൻ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. വീണ്ടും ശംഖുവരയൻ. കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ് വീട്ടിൽ നിന്നും 5ാമത്തെ പാമ്പിനെ കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിൽ നിന്നും 5ാമത്തെ പാമ്പിനെ കണ്ടെത്തി. ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. മിനിഞ്ഞാന്ന് വരെ ഈ വീട്ടിൽ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികൾ കിടന്നിരുന്ന കിടപ്പുമുറിയിൽ നിന്നും 4ാമത്തെ പാമ്പിനെ കണ്ടെത്തിയത്. അതിനുശേഷം സർപ്പ ടീം അംഗങ്ങൾ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് വീട്ടുകാരടക്കം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ ശുചിമുറിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. 2 മാസത്തോളം പ്രായമുള്ള ശംഖുവരയൻ ിൽപ്പെട്ട പാമ്പുകളാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹിസ്ബുള്ളയിൽ നിന്നും ലെബനോണിനെ സംരക്ഷിക്കുവാൻ അമേരിക്ക ലെബനോണുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ്. ഇസ്രായേൽ ലെബനോൺ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടി. ഹിസ്ബുള്ളയിൽ നിന്നും ലെബനോണിനെ സംരക്ഷിക്കുവാൻ അമേരിക്ക ലെബനോണുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിൽ ട്രംപ് പങ്കെടുത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ലെബനോൺ പ്രസിഡന്റ് ജോസഫ് ഔനെയും ചർച്ചാ മേശയിൽ എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് വ്യക്തമാക്കി. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴി പാമ്പ് കടിയേറ്റു. കായംകുളത്ത് യുവതിക്ക് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. ആലപ്പുഴ കായംകുളത്താണ് കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി യുവതിക്ക് പാമ്പ് കടിയേറ്റത്. ചേരാവള്ളി സ്വദേശി സെലീനയാണ് മരിച്ചത്. വൈകുന്നേരം ബന്ധുവിന്റെ വിവാഹ സൽക്കാരം കഴിഞ്ഞ് സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് പാമ്പ് കടിയേൽക്കുന്നത്. പിന്നീട് സ്ഥലത്തുണ്ടായിരുന്നവർ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് കടിച്ചത് പാമ്പാണെന്ന് സ്ഥിരീകരിച്ചത്. സെലീനയുടെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചിറയൻ കീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം ആശുപത്രി സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. തിരുവനന്തപുരം ചിറയൻ കീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. ചികിത്സ നിഷേധിച്ചെന്ന കുട്ടിയുടെ അച്ഛന്റെ ആരോപണത്തെ തുടർന്നാണ് DMO അടിയന്തരമായ റിപ്പോർട്ട് തേടിയത്. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് DMOയ്ക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയിരിക്കുന്ന പ്രാഥമിക വിവരം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നും ആശുപത്രിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ മനുഷ്യൻ സച്ചിൻ തെണ്ടുൽക്കറിന് ഇന്ന് 53ാം പിറന്നാൾ. പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു മനുഷ്യൻ. ടീം ഇപ്പോഴും പ്രതിസന്ധി നേരിടുമ്പോൾ, പുതിയ പോരാളികൾ പകച്ചു നിൽക്കുമ്പോൾ ഒരു വിളിക്കപ്പുറം ഉപദേശങ്ങളുമായി ഓടിയെത്തുന്ന പ്രതിഭ. സഞ്ജുവിലൂടെ ഒരിക്കൽ കൂടി നാം അത് കണ്ടു. ക്രിക്കറ്റിനെ മതമായി കാണുന്ന രാജ്യത്ത് സച്ചിൻ ദൈവമാകുന്നത് ഇതൊക്കെ കൊണ്ടുകൂടിയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.